ഇതിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞാൽ മതി. ആ പറയുന്ന ആളും ഗതി പിടിക്കില്ല, ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളും ഗതി പിടിക്കില്ല, ആ പറയുന്ന കുടുംബവും ഗതി പിടിക്കില്ല. എന്നാൽ ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന പൂർണ്ണമായ പോസിറ്റീവ് എനർജിയെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഈശ്വരനാമങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുകയോ അതുപോലെ തന്നെയാണ് നമ്മുടെ വാചകങ്ങൾക്കുള്ള പ്രാധാന്യം. നമസ്കാരം, കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. ഞാൻ എന്നെ കാണാൻ വരുന്ന ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ തന്നെ, അപ്പം അവർ പറയും, ഇങ്ങനെ എന്നോട് ചോദിക്കും, തിരുമേനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങൾക്ക് കുടുംബം നശിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ശത്രുബാധയുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മളവരുടെ രാശിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. പൊതുവെ എല്ലാവർക്കും സംശയമാണല്ലോ. എല്ലാവർക്കും ഒരു പ്രശ്നം വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നൊരു ദോഷം, അങ്ങനെ ഒരു പ്രശ്നം എപ്പോഴും മനസ്സിൽ ഉത്കണ്ഠയായി നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം വാശിയോടുകൂടി വളരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ പറയാറുണ്ട്, ചില സമയത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ശത്രുബാധ ചെയ്യണേ, നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ശത്രുവായി ജീവിക്കണേ എന്ന് പറയുമ്പോൾ അവർക്കതിന് വിശദീകരണം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ്, അതെന്താണ് ഞാൻ പറയണേ, ആ സബ്ജക്റ്റിലേക്ക് നമുക്ക് വരാം. നമ്മൾ സാധാരണഗതിക്ക് അക്ഷരം നാസ്തി മന്ത്ര, മന്ത്രമല്ലാത്തൊരക്ഷരങ്ങളില്ല, എല്ലാം മന്ത്രങ്ങളാണ്. ഭഗവാൻ പോലും തപസ് ചെയ്ത് ഭഗവാന്റെ മുമ്പിനകത്ത് നമ്മൾ തപസ് ചെയ്ത് നമസ്കരിക്കാൻ നേരത്ത് ഭഗവാൻ നമ്മളോട് പറയണത് തദാസ്തു, എന്താണോ മോനെ നീ നിശ്ചയിക്കുന്നത്, എന്താണോ മകനെ നീ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരട്ടെ. അതാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹകല പോലും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് എപ്പോഴും നാമം ജപിക്കാറുണ്ടാവും, ഈശ്വരചിന്തയുണ്ടാവും, അമ്പലത്തിൽ പോകാറുണ്ടാവും. നിങ്ങൾ നിങ്ങളോട് തന്നെ, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ കഷ്ടപ്പെട്ട് മടുത്തു, ഞാൻ യാത്ര ചെയ്ത് മടുത്തു, ഞാൻ ഈ ഭർത്താവിനെ കൊണ്ട് മടുത്തു, എനിക്കൊരു മകനുണ്ട് അവനെ കൊണ്ട് ഞാൻ മടുത്തു, അങ്ങനെയുള്ള വാചകങ്ങൾ പറയാം. മക്കളുടെ നേരെ നോക്കി, ഇവരൊരിക്കലും ഗുണം പിടിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് പറയണം. നമ്മൾ വെറുതെ പറഞ്ഞപ്പോൾ കഴിഞ്ഞു. അപ്പം അങ്ങനെ തമാശ ആയിട്ട് പോലും, നീ അങ്ങ് ശരിയാവൂല അതിനകത്ത്, അവള് ഗതി പിടിക്കില്ല, അയലൊക്കത്തെ പെൺകുട്ടിയുടെ കാര്യമായിരിക്കും പറഞ്ഞത്, അവളൊന്നും പോയിട്ട് ഗതി പിടിക്കില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവായി നിൽക്കുന്ന വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശമായ അനുഭവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, മോശ അനുഭവം ഉണ്ടാകണമെന്ന് സങ്കല്പം വരുന്ന, അല്ലെങ്കിൽ മോശ അനുഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹം വരുന്ന വാക്കുകൾ തമാശ രൂപേണയാണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അത് മറ്റൊരു രീതി ഒരു നാമമായിട്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കും. നിരന്തരമായിട്ട് ഒരാളോട് ഗുണം പിടിക്കലില്ല, നീ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞാൽ, അവൻ ഏത് അമ്പലത്തിൽ തപസ് ചെയ്താലും ഒരു അമ്മയാണ് പറയണമെങ്കിൽ അവൻ ഗുണം പിടിക്കാതെ പോകും. എനിക്ക് ഇയാളെ കൊണ്ട് ഗതികേടാന്ന് പറഞ്ഞാൽ ആ ഭർത്താവിനും ഗതികേടാണ്, ആ ഭാര്യയ്ക്കും ഗതികേടാണ്, ആ കുടുംബത്തിൽ ഗതികേടിട്ട് മാറത്തില്ല. ചില അമ്മമാർ ഈ നശിച്ച കുടുംബത്തിലേക്ക് എന്ന് കയറി വന്നോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. ഞാനെങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എൻ്റെ അടുത്ത് വരുമ്പം സാധാരണ ഭാഷ കേട്ടോ ഇതൊരു നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ പറയുമ്പം അതിൻ്റെ ഔചിത്യമില്ലായ്മ എനിക്ക് തന്നെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു നാടൻ ഭാഷാ പ്രയോഗത്തിൽ പറയുന്നതാണ്. പക്ഷെ ആ കുടുംബം അതോടുകൂടി ഉള്ള ഐശ്വര്യം ഇല്ലാണ്ടായി ആ ഐശ്വര്യത്തെ കെടുത്തിക്കളയുന്ന വാക്കുകളാണ്. അപ്പം നമ്മൾ അസഭ്യമായ വാക്കുകൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നാശമുണ്ടാകുന്നത്. നിങ്ങൾ തമാശ രൂപേണ, നിങ്ങൾ സങ്കടം കൊണ്ട്, നിങ്ങൾ വിഷമം കൊണ്ട് ഒരു സാധനത്തിനെ ഇല്ലാതാക്കുന്നതോ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ മോശമാക്കുന്നതോ ആയ വാക്കുകൾ നിരന്തരം നിങ്ങളുടെ കുടുംബങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഐശ്വര്യത്തെ നിങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ശത്രുബാധയായിട്ട് നിങ്ങളുടെ വാക്കുകൾ മാറുന്നു. നിങ്ങളുടെ ഉന്നമനത്തെ പുറകോട്ട് വലിക്കുന്ന
നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആ ഉന്നമനത്തെ പുറകോട്ട് വലിക്കുന്നു. എല്ലാവരും ചെയ്യുന്നു എന്നല്ല, നമ്മൾ അറിയാതെ പറയുന്ന കുറെ വാക്കുകളാണ്. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ആവണമെന്നില്ല, തൊട്ടടുത്തുള്ള ആൾക്കാരെ. അത് എപ്പോഴും ഒരു നമ്മൾ നോർമൽ ലാംഗ്വേജ്, ഒരു ഗ്രാമീണ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവരും പറയുന്നു എന്നർത്ഥമില്ല. പക്ഷെ ഒരു 30% ആൾക്കാർ ഇപ്പോഴും കുട്ടികളെ വഴക്ക് പറയുമ്പോഴും, കൊച്ചു കുട്ടികൾ വഴക്ക് പറയുമ്പോൾ പോലും മനസ്സിലാവുന്നുണ്ടോ? എടാ കുരുത്തം കെട്ടവനെ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഗുരുത്തമില്ലാത്തവനെ, ഗുരുത്തം നശിച്ചവനെ എന്ന് അതിൻ്റെ അർത്ഥം. അവന് ഗുരുത്തം ഇല്ലെങ്കിൽ പിന്നെ അവന് ജീവിതമുണ്ട്. ഒരു കൊച്ചു കുട്ടിയെ വിളിക്കുന്നതാണ്. എൻ്റെയൊക്കെ അച്ഛനൊക്കെ എന്നെ വിളിക്കണത് അസത്തേന്നാണ് വിളിക്കാറ്. എന്നുവെച്ചാൽ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അർത്ഥങ്ങളില്ല. അപ്പം അങ്ങനെ എന്താ പറയണേ, ഈ അസത്തെ എന്നൊരു വാക്കാണ് പണ്ടൊക്കെ കാരണവന്മാർ എന്താ വെച്ച് കഴിഞ്ഞാൽ വഴക്കായി എന്നതിന് രൂപയില്ലാത്തൊരവസ്ഥാവിശേഷം. ഞാൻ പറയാം, വഴക്കാവും ചെയ്തു. അതുകൊണ്ട് തിരിച്ചടിയില്ലാത്തൊരു വാചകം. അപ്പം അതും വേണ്ട, അങ്ങനെ ഒരു വേടും വേണ്ട. നമ്മൾ അവൻ്റെ ഭാവിയെ ഭാസുരമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വാക്കുകൾ ഉപയോഗിക്കുകയോ മറ്റൊരാളുടെ കാര്യം സംസാരിക്കുമ്പോഴും ഈ പറയുന്ന എന്താ പറയണേ, നശിക്കാൻ യോഗ്യമായി നിൽക്കുന്ന ഒരു വാചകങ്ങളോ വാക്കുകളോ നമ്മുടെ സംസാര വിഷയത്തിൽ കയറി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ കുടുംബത്തിലെ മാത്രമല്ല, അടുത്ത കുടുംബത്തിലെ കാര്യം മാത്രമല്ല, നമ്മൾ അകലെയുള്ളവരുടെ കാര്യം മാത്രമല്ല, ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ വാചകങ്ങളിൽ നശീകരണത്തിന് സാധ്യതയുള്ള ഒരു വാക്കുകളും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹം വളരെ കേമാണ്. അതല്ലേ കുടുംബത്ത് പണ്ട് പ്രാകരുതെന്ന് പറയണത്. ഏറ്റവും പ്രാകുന്നയാള്, ഏറ്റവും കൂടുതൽ ആരാണോ പ്രാകുന്നത് അയാളാണ് ഏറ്റവും ആദ്യം നശിക്കുക. ആ പ്രാകുന്ന കേൾക്കുന്ന ആൾക്കല്ല, പ്രാകുന്ന ആൾക്കാ ഫസ്റ്റ് നാശം വരിക. അതുപോലെ തന്നെയാണ് നമ്മളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ. ഇത് വെറുതെ അത്രയൊന്നും വലിയ കാര്യമായിട്ട് പറയണ്ട. അയാളും ഗതി പിടിക്കില്ല. ഇതിങ്ങനെ വളരെ പ്രാവശ്യം പറഞ്ഞാൽ മതി. ആ പറയുന്ന ആളും ഗതി പിടിക്കില്ല, ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളും ഗതി പിടിക്കില്ല, ആ പറയുന്ന കുടുംബവും ഗതി പിടിക്കില്ല. നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവായി നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ ഐശ്വര്യത്തിലേക്ക് മുൻപോട്ട് പോകാൻ, സമാധാനത്തിലേക്ക് മുന്നോട്ട് പോകുന്ന, സന്തോഷത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിന് വിരുദ്ധമായി നിൽക്കുന്ന വാക്കുകളോ വാചകങ്ങളോ നമ്മുടെ സംസാരത്തിൽ ഉൾപ്പെടാതെയുള്ള ഒരു സംസാര രീതി നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ, അക്ഷരം നാസ്തി മന്ത്രം, മന്ത്രമല്ലാത്ത അക്ഷരം, അതൊക്കെ മന്ത്രമായി വരുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളുടെ ദുരിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്കോ നമ്മളിലേക്കോ അനുഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ സംസാരത്തിൽ സഭ്യമായതല്ലാതെ ഒന്നിനും കേടുവരുന്ന, ഒന്നിനും പോറലേൽക്കുന്ന, ഒന്നിനും സങ്കടം വരുത്തുന്ന ഒരു വാക്കോ വാചകങ്ങളോ ഇല്ലാതെ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യന് നന്മ. നമ്മൾ പാല് കഴിച്ചില്ല, പക്ഷെ വിഷം കഴിക്കണം. ആരോഗ്യമുണ്ടാവും, പാല് കഴിച്ചില്ല പക്ഷെ വിഷം കഴിക്കണം എന്ന് പറയണ പോലെ, നല്ലത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചീത്ത ചെയ്യാതിരിക്കുക എന്നുള്ള ആപ്തവാക്യത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം വേറെയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തോളൂ, ചെറിയ നന്മയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് കിട്ടും. കാരണം നമുക്ക് അപകടം ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ജീവിതചര്യയിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾക്ക് പ്രധാന കാരണമായി നിൽക്കുന്ന നമ്മളുടെ ജീവിതത്തെ സ്വയം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന പൂർണ്ണമായ പോസിറ്റീവ് എനർജിയെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. അപ്പം അത് നാമജപം പോലെ, നാമജപത്തിന് നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കുകയോ, ഈശ്വരനാമങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുകയോ, അതുപോലെ തന്നെയാണ് നമ്മുടെ വാചകങ്ങൾക്കുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. ആ വാക്കുകൾക്കുള്ള പ്രാധാന്യം കൊടുക്കണം. അതിലൂടെ കിട്ടുന്നൊരു അനുഗ്രഹവും വളരെ കേമത്താണ്. ഈശ്വരാനുഗ്രഹം ഉണ്ട്, അവന് ഈശ്വരാനുഗ്രഹം ഉണ്ട്, അവൻ കേമനാവും, അവൻ നന്നാവും, മിടുക്കനാ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും, ഏറ്റുവാനൂരപ്പൻ അനുഗ്രഹിക്കും. നമ്മളിങ്ങനെ പല പ്രാവശ്യം പറയുമ്പം ഏറ്റുവാനൂരപ്പൻ അവിടുന്ന് കേൾക്കുക,
പക്ഷെ ഞാൻ അനുഗ്രഹിക്കുന്ന ഈ അമ്മ പറഞ്ഞു, ഇനി എനിക്ക് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല, അദ്ദേഹം അനുഗ്രഹിച്ചേ പറ്റൂ, കേമായി അനുഗ്രഹിക്കും. ഒന്ന് ആലോചിച്ചു, എന്താ അല്ലേ? അതാണ് ഭഗവാൻ, അതാണ് ഈശ്വരൻ. അങ്ങനെ നിശ്ചയിക്കുക, അങ്ങനെ കേൾക്കുക, അങ്ങനെ പറയുക, അങ്ങനെ വളരുക, അങ്ങനെ വളർത്തുക. അങ്ങനെയാണ് വേണ്ടത്. നമസ്കാരം.